വടകര ബ്ലോക്ക് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ദശവാർഷികാഘോഷം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ആയാടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്രെഡിറ്റ് സംഘങ്ങളായി മാറി വായ്പാ സംഘങ്ങളായി മാറി വരികയാണ് ഉണ്ടായത്. വായ്പാ സംഘങ്ങളായി മാറി വന്നപ്പോൾ അവിടെ നിക്ഷേപങ്ങൾ സ്വീകരിക്കാനും സ്വീകരിക്കപ്പെടുന്ന നിക്ഷേപങ്ങൾ അതാത് പ്രദേശത്ത് തന്നെ ചെലവഴിച്ച് അത് ലാഭത്തിലൂടെ വീണ്ടും സ്ഥാപനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ആ ലാഭവിഹിതം ഇതിൻ്റെ മെമ്പർമാർക്കും അതേപോലെ തന്നെ നിക്ഷേപകർക്കും കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക രീതി സമ്പ്രദായം സഹകരണ മേഖലയിൽ രൂപപ്പെട്ടു വരികയുണ്ടായി. ഇന്ന് കേരളം കൈവരിച്ചിട്ടുള്ള ഏറ്റവും വലിയ പുരോഗതിക്ക് പ്രധാന കാരണമായി നിൽക്കുന്നത് സഹകരണ സംഘങ്ങളാണ്. നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ നാട്ടിലെ ജനവിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളിൽ ആ പ്രയാസങ്ങൾക്കെല്ലാം ആശ്വാസം നൽകുന്ന തരത്തിലാണ് സഹകരണ സംഘങ്ങൾ ഇടപെട്ട് മുന്നോട്ട് പോകുന്നത്. നാടിനെ ആകെ ചേർത്ത് പിടിക്കുക, എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുക, അങ്ങനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മഹത്തായ ജനകീയ പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. മൂല്യങ്ങളിലും തത്വങ്ങളിലും അധിഷ്ഠിതമായ സഹകരണ സംഘങ്ങൾ ലാഭത്തിൽ മാത്രം അധിഷ്ഠിതമായ സാമ്പത്തിക ക്രമം ഉൾക്കൊള്ളുന്ന സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ഈ വ്യത്യാസം അവയുടെ അതുല്യമായ ഘടനയിലും മൂല്യങ്ങളിലും തത്വങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. സംഘം പ്രസിഡന്റ് കെ ശശികുമാർ അധ്യക്ഷനായി. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം സംഘം സെക്രട്ടറി അനീഷ് കുമാർ നിർവഹിച്ചു. കടവത്തൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുഭാഷ് ചന്ദ്രബോസ് ഓൺലൈൻ ഇടപാടുകളിൽ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. എം വിജയൻ, വി കെ ശശി, സി കെ രാജീവൻ എന്നിവർ സംസാരിച്ചു.